വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കൂടി കുറ്റിയും പറിച്ച് എങ്ങോട്ടാണെന്നാണല്ലേ നമ്മൾ പോകുന്നത്? നിയർ ബൈ നമ്മുടെ വീടിനടുത്തുള്ള ട്രെൻഡ്സിലോട്ടാണ് കേട്ടോ. അവിടെ എന്താണെന്നല്ലേ, അവിടെ ഫ്ലാറ്റ് 70% ഓഫ് സെയിൽ നടക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലൊക്കെ പോകണമായിരുന്നു. അതിനുശേഷം ഒരു 9:30 ആകുന്നതിനുള്ളിലാണ് നമ്മൾ ട്രെൻഡ്സിലെത്തിയത്. അപ്പോൾ അത്യാവശ്യം തിരക്ക് കാണില്ലല്ലോ, അതുകൊണ്ട് ആ ടൈമിലാണ് നമ്മൾ ട്രെൻഡ്സിലെത്തിയത്. ഇവിടെ വന്നപ്പം ആരും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വിശാലമായി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങും ഇങ്ങുമൊക്കെ കുറച്ച് ആളുകളൊക്കെ വരുന്നില്ലായിരുന്നു. അപ്പോൾ കുറേയധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് പോലും ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. സത്യം പറയാലോ, ഞാൻ 70% ഓഫ് സെയിൽ നടക്കണമെന്ന് അറിഞ്ഞിട്ട് ഓൾറെഡി ഞാൻ ഏട്ടനെ കൊണ്ട് പോയി എനിക്ക് കോസ്റ്റ്യൂംസ് എടുപ്പിച്ചതാണ്. എന്നിട്ടിപ്പോൾ അമ്മയും കൊണ്ട് വന്ന ദുരുദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അമ്മയെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത് എനിക്ക് മേടിച്ച് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അമ്മയ്ക്കും കുറേ കോസ്റ്റ്യൂംസൊക്കെ എടുക്കണമായിരുന്നു. ഞങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതായത് നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്കറിയാമല്ലോ, കളക്ഷൻസും ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ ഓണം പ്രമാണിച്ച് ഉണ്ടായിരുന്ന സ്റ്റോക്സൊക്കെ ഇങ്ങനെ 70% ഓഫ് സെയിലിൽ ഇങ്ങനെ ഇവർ കൊടുക്കുകയാണ്. അപ്പോൾ കുറേയധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി കുറേയധികം ടോപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞാൻ ട്രയൽ ചെയ്ത് കാണിക്കാം. പിന്നെ കുറേയധികം കളക്ഷൻസും ഉണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഈ 70% ഓഫ് സെയിൽ എന്തോ കഴിയാറായിട്ടുണ്ട്. ഓഗസ്റ്റ് പകുതി വരെ എന്തോ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെല്ലാവരും നിയർ ബൈ നിങ്ങളുടെ ട്രെൻഡ്സിൽ പോവുക, പർച്ചേസ് ചെയ്യുക. പിന്നെ സത്യം പറയാലോ, എൻ്റെ കൂടെ വന്നവരെ ഞാൻ കാണിക്കാൻ പോലും മുതിരുന്നില്ല. ട്രെൻഡ്സിൽ കയറിയതിന് ശേഷം ഞാൻ അവരെയൊക്കെ മറന്നു. ഞാൻ ഒറ്റയ്ക്ക് വന്ന പോലെയായി. അമ്മ കൂടെ ഉണ്ട്. അച്ഛനും ജാനി നിയർ ബൈ ഒരു ബേക്കറിൽ പോയേക്കുവാണ്. ഞാൻ അച്ഛനെ ഊറ്റി എന്തോ മേടിക്കാൻ കൊണ്ടുപോയേക്കുവാണ്. പിന്നെ അതുമല്ല, അച്ഛനാണെങ്കിലും ജാനിക്കാണെങ്കിലും ഇങ്ങനെ പർച്ചേസിങ്ങിന് വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇഷ്ടമല്ല. അതെനിക്കും ഇഷ്ടമല്ല, വേറൊരാളുടെ കൂടെ പർച്ചേസിങ്ങിന് വിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ജാനി അതേ ക്യാരക്ടർ, അവൾക്കിങ്ങനെ കണ്ണിൽ കാണുന്ന ആ പ്രൊഡക്റ്റ് അതെടുക്കാം എന്നുള്ള ഇതേ ഉള്ളൂ. അവളിങ്ങനെ ചൂസ് ചെയ്ത് മേടിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്ത്, അതായത് വേണമെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ഗോഡൗണിൽ നിന്ന് വരെ ഡ്രസ്സ് എടുപ്പിക്കും. എനിക്കിങ്ങനെ ട്രയൽ ചെയ്താണെങ്കിൽ എൻ്റെ മനസ്സിന് പിടിച്ചാൽ മാത്രം ഞാൻ എടുക്കൂ. നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാരക്ടറാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ലൈക്ക് അങ്ങനെ ക്യാരക്ടറല്ല, നിങ്ങളിതിൽ ഏത് സ്വഭാവമാണ് നിങ്ങൾ കാണിക്കണമെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറേയധികം കളക്ഷൻസ് ഉണ്ട്. 399 ഒക്കെ ഇട്ടിരിക്കുന്നത് മുന്നേ 1000 എബോ ഇട്ടിരുന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. 199 ഒക്കെ കുറേ നമുക്ക് ഇപ്പോൾ മേടിക്കാനുള്ള ഇതുണ്ട്. ഈ ടൈം മാത്രമേ കിട്ടൂ ട്രെൻഡ്സിലാണെങ്കിലും ഏത് ഷോപ്പിലാണെങ്കിലും. കാരണം ഓണം ആയതുകൊണ്ട് തന്നെ അവരുടെ ഷോപ്പ് ക്ലീൻ ചെയ്യുന്ന ഭാഗമായിട്ട് ഇങ്ങനെ ഓഫ് സെയിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ നിയർ ബൈ ഉള്ള ട്രെൻഡ്സിൽ പോവുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ തെരഞ്ഞു പിടിച്ച് കുറേയധികം കയ്യിൽ കിട്ടിയതൊക്കെ വാരിയെടുത്തു. കാരണം അമ്മ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഈ ചേച്ചിയായിട്ട് നല്ല കമ്പനിയാണ്. അതാണ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. നോക്ക്, അത്യാവശ്യം എടുത്തു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇത് ട്രയൽ ചെയ്യാൻ പോകലാണ്. അതാണ് ഏറ്റവും മെയിൻ പരിപാടി. അത് ട്രയൽ ചെയ്തിട്ട് കാണിക്കാം. എന്നിട്ടും അമ്മയ്ക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. പിന്നെയും എടുക്കണമെന്നുള്ള ഇതിൽ വീണ്ടും കടന്ന് കറങ്ങുവാണ് ട്രെൻഡ്സിനകത്ത് ഫുള്ള്. ഇനി അവിടെ എടുക്കാനൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എല്ലാം ട്രയൽ ചെയ്തിട്ടുണ്ട്, എല്ലാം കൈകിട്ടി ഇഷ്ടപ്പെട്ട എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇത് മൊത്തം അമ്മയുടെ ഡ്രസ്സാണ് കഴിച്ചത്. എൻ്റെ ആകെ 2 ഡ്രസ്സേ ഉള്ളൂ. ഞാൻ ടോട്ടൽ 3 ഡ്രസ്സ് എടുത്തു. 2 മാത്രമേ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അമ്മ പൊതുവേ മോഡേൺ ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് അമ്മ എല്ലാം ഇടാറുണ്ട്, എന്നാൽ പോലും ഞാൻ മേടിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ ഷർട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞു. ഇത് അമ്മയുടെ സെലക്ഷനാണ്, കൊള്ളൂല, എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇതും എനിക്ക് ഇഷ്ടമായില്ല, അത് അമ്മയുടെ സെലക്ഷൻ. ഇതെൻ്റെ സെലക്ഷനാണ്. അമ്മ പൊതുവേ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഭയങ്കര വീക്കാണ്. വീക്ക് മീൻസ് ലൈക്ക് അമ്മയുടെ പഴയ സ്റ്റൈലാണ്, നമ്മളുടെ പുതിയ സ്റ്റൈലാണ്, അത്ര വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാം എടുത്തു. ഞങ്ങൾ ട്രയൽ ചെയ്ത് മിക്ക ഡ്രസ്സും എടുത്തു. അതിൽ 1-2 അങ്ങോട്ട് മാറ്റിയുള്ളൂ. ആ ടൈം അപ്പോൾ ജാനി വന്നു. ജാനി അപ്പുറത്തുനിന്ന് സ്റ്റിക്കറൊക്കെ മേടിപ്പിച്ച് അച്ഛനെ കൊണ്ട് എന്തൊക്കെയോ മേടിപ്പിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് മേടിക്കണമല്ലോ, അവർക്കും കുട്ടികൾക്കും നിരവധി ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് നോക്ക് 149 രൂപയ്ക്കൊക്കെ നല്ല കോസ്റ്റ്യൂംസ് കിടപ്പുണ്ട്. പിന്നെ അതുമല്ല കുട്ടികൾക്കും കുറേയധികം കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ
എടുത്തതിന് ശേഷം ജാനി ട്രയൽ ചെയ്യണം കേട്ടോ. ട്രയൽ ചെയ്ത് നോക്കി നേരെ ഞങ്ങൾ ബില്ല് ചെയ്യാൻ പോയിട്ട് നിൽക്കുന്ന നിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അവൾക്ക് ഞങ്ങളൊന്നും ട്രയൽ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു, ഞാനും ജാനിയും. അവൾ ഭയങ്കര കുറുമ്പാണ് കേട്ടോ. അങ്ങനെ കളിച്ച് അവളെ ഇറിറ്റേറ്റ് ചെയ്ത് അവളുടെ കയ്യിൽ നിന്ന് ഒരു കടിയും കിട്ടി സംതൃപ്തി അടങ്ങി പർച്ചേസിങ്ങും കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഈ 70% ഓഫ് സെയിൽ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിയർ ബൈ നിങ്ങളുടെ ട്രെൻഡ്സ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, സ്റ്റേ ട്യൂൺ.